കാര്യം കൊണ്ട് മരിക്കുന്നു, കാര്യമില്ലാതെ മരിക്കുന്നു. എത്രയോ കുറഞ്ഞ ദിവസത്തേക്ക് വേണ്ടി ദുനിയാവിലേക്ക് വന്ന വിരുന്നുകാർ മാത്രമാണ് നമ്മൾ. പ്രപഞ്ചത്തിന്റെ ചരിത്രം നീണ്ടുപോകുന്ന ഒരു ചരിത്രമാണ്. അതിലൊരുപാട് ആയിരക്കണക്കിന് കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്കൊരു ചാൻസ് കിട്ടി. ഭൂമിയിലൊന്ന് വന്നു പോയിക്കോ, അല്പസമയം ഈ പ്രപഞ്ചം കണ്ടോ. അല്ലാമായി പറഞ്ഞ പോലെ കണ്ണൊന്ന് തുറന്നോ, ജമീന്റെ ഭൂമി ഒന്ന് കണ്ടോ, ഫലക് ആകാശമൊന്ന് കണ്ടോ, മശ്രിഖ് സേ ഉഭർത്തെ ഹുവേ സൂരജ് കോ ജറാ ദേഖ്, കിഴക്കുന്നു നിൽക്കുന്ന സൂര്യനെയും ഒന്ന് കണ്ടോ. ആദം സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പുറത്താക്കപ്പെട്ടപ്പോ ആ രംഗം വർണ്ണിച്ചുകൊണ്ട് ഹസ്രത്ത് ഹക്കീമെ ഉമ്മത്തിന്റെ വാക്കുകളാണ്. ആദം എന്ന പൂർവ്വപിതാവിനോട് മാത്രമല്ല ഓരോ മനുഷ്യന്റെയും അവസ്ഥ അതാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ തിരിച്ചു പോകുമ്പോ, മയ്യിത്ത് കട്ടിൽ ഏറിപ്പോകുമ്പോ തടയാനൊരു മരുന്നില്ല. ഇവിടെ 2 ദിവസം കൂടി പാർപ്പിക്കാൻ ഒരു ഡോക്ടറില്ല, ഒരു വൈദ്യശാസ്ത്രത്തിന്റെ അകമ്പടിയില്ല, ഒരു ബന്ധുക്കളുടെ വിലാപമില്ല. അങ്ങനെ ഈ ലോകത്തേക്ക് കുറഞ്ഞ ദിവസത്തേക്ക് വന്ന നമ്മൾ തിരിച്ചു പോകുന്നതിനിടയിൽ എന്തെങ്കിലും ഒന്ന് തിരിച്ചറിയേണ്ടതുണ്ടെങ്കിൽ നേതാവിനെ തിരിച്ചറിയണം. ഒറ്റ നായകൻ മാത്രം സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒറ്റ വഴികാട്ടി മാത്രം സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒറ്റ ചൈതന്യം മാത്രം സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകം മുഴുവൻ നിങ്ങൾക്കെതിരായാൽ പുറങ്കാലുകൊണ്ട് ചവിട്ടൂ. ലോകത്ത് നിങ്ങൾക്ക് ശത്രുത വർദ്ധിച്ചാൽ തട്ടി താഴെയിടൂ. എന്നിട്ട് പറയൂ, ഞാൻ എന്റെ നബിയുടെ ചെരുപ്പ് ചുമക്കുന്നവനാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.